വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മള് വൈൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറേ നാളായിട്ട് വൈൻ ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ഇപ്പൊ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം വരല്ലേ, അപ്പൊ എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് 15-ാം തീയതി അല്ലേ, 25-ാം തീയതിയാണ് ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസിന് റെഡി ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈൻ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിന്റെ റെസിപ്പി എല്ലാം പഠിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോ എളുപ്പമുള്ള റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള. 10 ദിവസം കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വൈൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ വൈൻ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല്, ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനം, ഒന്നെങ്കിലും ഒരു ഭരണി അല്ലെങ്കിൽ ഒരു ചില്ലിന്റെ കുപ്പി. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വൈൻ ഉണ്ടാക്കി ഇറങ്ങി തിരിച്ചാൽ മതി കേട്ടോ. ഈ 2 സാധനങ്ങളല്ലാതെ നമ്മൾ പ്ലാസ്റ്റിക്കിലോ അലൂമിനിയത്തിന്റെ പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഭരണി അല്ലെങ്കിൽ ചില്ലിന്റെ കുപ്പി. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വേഗം ഉണ്ടാക്കാം, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് പോവാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനം മുന്തിരിയാണ്. മുന്തിരി വൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുന്തിരി 2 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുരുള്ള മുന്തിരിയാണ്. നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ എടുക്കുന്ന മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ വെച്ചിട്ട് വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്ക, കുറച്ച് ഏലക്ക ആവശ്യമാണ്. നമ്മുടെ വൈന് വീര്യം കൂട്ടാൻ ആവശ്യമുള്ള സാധനമാണ് ഗോതമ്പ്. 2-3 ടേബിൾ സ്പൂൺ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അടുത്തത് ഡ്രൈ ഈസ്റ്റാണ്. 2 കിലോ മുന്തിരിക്ക് 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റ്. അടുത്തത് പഞ്ചസാരയാണ്. 2 കിലോ പഞ്ചസാരയാണ് 2 കിലോ മുന്തിരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. വൈന് കയ്പ്പാണെന്നറിയാം, എന്നാലും കുറച്ച് മധുരം മുന്നിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 കിലോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ ആള് ഭരണിയാണ്. ഈ ഭരണിയിലാണ് നമ്മൾ വൈനിട്ട് വയ്ക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഏകദേശ അളവിൽ വെള്ളം വെച്ച്, നമ്മുടെ മുന്തിരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ട് വേണം ഇതാ നമ്മുടെ പഞ്ചസാര. നമ്മൾ 2 കിലോ പഞ്ചസാര എടുത്തെന്ന് പറഞ്ഞില്ലേ, അത് മുഴുവനും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളെല്ലാം നമ്മൾ മുന്തിരി മാത്രമേ ഇതിനകത്ത് ചേർക്കുള്ളൂ. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ മുന്തിരി അതിനകത്ത് ചേർക്കുകയാണ്. ഇനി ഈ മുന്തിരി ഇതിനകത്ത് കിടന്ന് നന്നായി തിളച്ച് നല്ലപോലെ തിളയ്ക്കണം. നന്നായിട്ട് ഒരു പേസ്റ്റ് ആക്കൊന്നും വേണ്ട, പക്ഷെ നല്ലപോലെ തിളച്ച്, നമ്മൾ മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായി തിളപ്പിക്കില്ലേ, അതേപോലെ തന്നെ നന്നായി തിളയ്ക്കണം. ഫുൾ മുന്തിരി നമ്മൾ ചേർത്ത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. ആ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് പതയൊക്കെ പുറത്ത് വരുന്നത്, മുന്തിരി പുറത്ത് ചാടാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കണ പോലെ ഉണ്ട്. അപ്പം നന്നായിട്ട് തിളച്ച് കണ്ട നമ്മൾ ആ ജ്യൂസ് നല്ല ചുവന്ന കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ? നല്ല വൈൻ റെഡ് എന്ന് പറയുന്ന സംഗതി തന്നെയാണ്. നല്ല കളർ വന്നിട്ടുണ്ട്. ഈ കളറൊക്കെ ഇനി ഉണ്ടാക്കി വരുമ്പോൾ ഉണ്ടാവുമെന്ന് നോക്കണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നമ്മൾ നന്നായിട്ട് ആറാൻ വെക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ എടുത്തിട്ട് തോന്നുന്നുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം നമ്മളിത് ഫുള്ളായിട്ടും നമ്മുടെ ഭരണിക്കകത്താക്കുകയാണ്. ഈ ഭരണിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഈ ഭരണി നല്ലപോലെ ക്ലീൻ ആയിരിക്കണേ. ഒരു തരി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാ വീഡിയോസിലും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം നല്ലപോലെ നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി, പിന്നെ ഒന്നുമില്ല എന്നുള്ള, ഒരു തരി വെള്ളത്തിൻ്റെ അംശമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഭരണിക്കകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മുന്തിരി ജ്യൂസ് ഇതിനകത്ത് ചേർക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ അതിനകത്ത് ചേർത്തു. എന്നിട്ടാണ് ഇതൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നത് കേട്ടോ.
ഫുള്ളായിട്ട് ചേർത്ത് കഴിഞ്ഞു. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പട്ട ഒരു 4-5 പട്ട എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് മുഴുവൻ ചേർത്തു. പിന്നെ അതേപോലെ തന്നെ ഒരു 4-5 ഏലക്ക അതും ചേർത്തു. പിന്നെ നമ്മുടെ ഗ്രാമ്പു അതും ചേർത്തു. ഒരു 2 സ്പൂൺ ഉണ്ടാവും, അത് ചേർത്തു. നമ്മളൊരു ഏകദേശം കണക്കനുസരിച്ചാണ് കേട്ടോ ചേർത്തത്. പിന്നെ നമ്മുടെ വീര്യം കൂട്ടാനുള്ള സാധനം ഗോതമ്പ് അതും നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് അതും അതിനകത്ത് ചേർത്തു. ഈ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ അത് പൊന്തി വരിക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത, ഈ വെള്ളത്തിൻ്റെ അംശം എന്ന് പറയുന്നത് ഈ പച്ചവെള്ളം ഇതിനകത്ത് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം വെള്ളം തന്നെയാണ് ഈ കാണുന്നതല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ പച്ചവെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളൊരു കയ്യിൽ യൂസ് ചെയ്തിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ചേർത്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഭരണിയുടെ അടപ്പ് വെച്ചു. അതിൻ്റെ മുകളിലൊരു തോർത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് എയർ ടൈറ്റ് ആവണമെന്ന് ചിലർ പറയുന്നുണ്ട്. കുറച്ച് അതിനകത്തൊരു സ്പേസ്, അതായത് സ്പേസ് അല്ല, ഒന്ന് ചെറുതായിട്ടൊരു കാറ്റ് കിടക്കുന്ന രീതിയിലും ആവണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും ഇടയിൽ നിർത്തുന്ന രീതിയിൽ നന്നായി ടൈറ്റും ആക്കിയിട്ടില്ല, നന്നായി ലൂസും ആക്കിയിട്ടില്ല, ഏകദേശം രീതിയിൽ നമ്മളത് കെട്ടി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കെട്ടിയിട്ടിരിക്കണതാണ്. അങ്ങനെ നമ്മുടെ വൈൻ, നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കിയ വൈൻ കെട്ടിപ്പൂട്ടി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈൻ കുട്ടപ്പന നല്ല അസലായിട്ട് ഭരണിക്കകത്താക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് 15-ാം തീയതിയാണ്. അപ്പൊ 25-ാം തീയതി, അതായത് 10 ദിവസം കൊണ്ട് ഈ സംഭവം റെഡി ആവുമെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഇരുട്ട് ഉള്ള ഒരു സ്ഥലത്ത്, അതായത് വെളിച്ചമൊന്നും അധികം കടക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിക്കട്ടെ, അവിടെ കൊണ്ടുവെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇത് 10-ാമത്തെ ദിവസം തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട്, എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.